ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഞാനും ഇസും കൂടി ന്യൂസിലാൻഡിലേക്ക് എത്തി. ഒരു മാസമായി. എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഇവിടെ 1-ാം തീയതിയാണ്. 1-ാം തീയതി വൈകിട്ടായി. ഇവിടെ വൈകിട്ട് 7 മണിയായി. അപ്പോഴും കാലാവസ്ഥ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ തന്നെ. ഇവിടെ രാത്രി ഒരു 9 മണിക്ക് ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവുള്ളൂ. അപ്പോൾ ഞാനും അൽഫിയും ഇസും കൂടി ഇന്ന് വൈകിട്ട് ഒരു ചെറിയ യാത്ര, വളരെ ചെറുത്. ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അൽഫി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു our channel. അത് ഹായ് പറയിസോ. ഹായ്. അങ്ങനെ ഇവിടെ അടുത്തൊരു ന്യൂ ബ്രൈറ്റൺ ബീച്ച് ഉണ്ട്. ഇച്ചുവിനെ ഇതുവരെയായിട്ടും കാണിച്ചിട്ടില്ല. ഇച്ചു, ഇതാണ് ഞങ്ങളുടെ ഇസു. അവിടെ ഓടി നടക്കുന്ന കുറുമ്പൻ, അവനാണ് ഞങ്ങളുടെ ഇസു. അപ്പോൾ ഒരു മാസമായി ന്യൂസിലാൻഡിലെത്തിയിട്ട്. ഞങ്ങൾ രണ്ടുപേരും, അൽഫി നേരത്തെ വന്നാണല്ലോ, ഒരു 10-12 മാസമായിട്ട് അൽഫി ഇവിടെ ഉണ്ട്. ഞങ്ങളിങ്ങനെ മെല്ലെ വന്നു. അപ്പോൾ ഇന്ന് ന്യൂ ഇയറും കൂടി ആയതുകൊണ്ട് ചുമ്മാ വൈകിട്ട് ഇറങ്ങിയതാണ് പുറത്തേക്ക്. നിങ്ങളെ എല്ലാ വിശേഷങ്ങളൊക്കെ അറിയിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനും സമയം കിട്ടിയില്ല. ഇവിടെ വന്നിട്ട് എല്ലാത്തിനും ഇതിനു മുന്നേ ഒരു നല്ല യാത്രയൊക്കെ പോയായിരുന്നു, പക്ഷെ അതിൻ്റെ ഒന്നും വ്ലോഗ് എടുക്കാനൊന്നും ഒരു പറ്റിയില്ല. കാരണം ഇനിയെങ്കിലും നിങ്ങൾ അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണിച്ചു തരണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ അതുപോലെ നടക്കട്ടെ. അപ്പോൾ പിന്നെന്താ, അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ എല്ലാം പെട്ടെന്ന് ഇപ്പോൾ എടുക്കുന്ന കാരണം എല്ലാ വിശേഷങ്ങളും പറയാൻ എന്തൊക്കെയാണ് പറയേണ്ടതെന്നൊക്കെ മറന്നുപോയി. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയിലൂടെ അറിയിക്കാം. ഇനി വ്ലോഗ് എടുക്കോ പഠിച്ചവനറിയാം, എടുക്കും എന്നാണ് വിശ്വാസം. അതെ, ഇനി പറയുന്നില്ല, ചിലപ്പോൾ എടുത്താലായി. വേണ്ട, ഇത് ഓടിച്ചാടി എടുക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഏരിയ. അപ്പോൾ വണ്ടി പുറത്ത് സ്ട്രീറ്റിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ പോകുന്ന വഴിക്കാണ്. നിങ്ങളെൻ്റെ പുതിയ ലുക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്? താടി കളഞ്ഞത് ലുക്കിൻ്റെ കാര്യം ഞാൻ വഴിയിൽ തയ്ക്കാം, അതൊരു കോമഡി സംഭവമാണ്. പിന്നെ ഈ തലയിൽ തൊപ്പി വെച്ച കാരണം മുടിയില്ലാന്ന് വിചാരിക്കണ്ട, മുടിയുണ്ട്. ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ പോരാത്തതിന് രാത്രി ആവാനായാലോ, അപ്പോൾ മഞ്ഞടിച്ച് ഇനി വേറെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു പ്രിക്കോഷൻ എടുത്തുന്നുള്ളൂ. അപ്പോൾ ഈ താടി മാത്രം കളഞ്ഞതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വഴിയിലൂടെ അറിയിക്കാം. അങ്ങനെ ഞങ്ങളിത് വണ്ടി എത്തി. അപ്പോൾ വണ്ടിയിൽ ഇതുവിനെ കയറ്റ്. ഹായ് പറഞ്ഞോ. ഹലോ ഗൈസ്. ഇങ്ങനെയല്ലല്ലോ. വെൽക്കം ബാക്ക് ടു ചാനൽ. എനിക്കറിയൂല. അങ്ങനെ ഞങ്ങൾ ന്യൂ ബ്രൈറ്റൺ ബീച്ചിലെത്തി. വരുന്ന വഴിക്ക് നിങ്ങൾ കാണിക്കാനൊന്നും പറ്റായിരുന്നു, കാരണം മൊബൈൽ രണ്ടുപേരുടെ സ്വിച്ച് ഓഫ് ആവാനായിരുന്നു. അത് കാരണമാണ് വരുന്ന വഴിയിൽ നിന്ന് എടുക്കാൻ അധികം സാധിക്കായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. ഇനി ഇവിടുത്തെ വ്യൂസ് ഒക്കെ കാണിച്ചു തരാം. ഒരു കടൽപ്പാലം പോലത്തെ ഒരു സെറ്റപ്പാണ്. ഞാനും ഇവിടെ ആദ്യമായിട്ടാണ്. അൽഫി ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അറ്റത്ത് കുറേ മലകൾ കാണണം. ആ സീൻ കണ്ടോ, കുട്ടികൾ പാരൻ്റായിട്ട് വന്ന് കളിക്കുന്നതാണ്. ഈ ബീച്ചിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ നീണ്ടൊരു ബീച്ചാണ്. അപ്പോൾ വൈകിട്ട് കുറേ പേര് വന്നിട്ട് നടക്കാനും, പിന്നെ എന്താ പറയുക, കൂടുതലും നടക്കാനും ജോഗ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാരൻസായിട്ട് പിള്ളേരൊക്കെ വന്ന് കളിക്കുന്നുണ്ട്. അതോടെ അതെ അൽഫീസു നിൽക്കണം.
അപ്പോൾ നേരത്തെ പറഞ്ഞ താടി പോയ കേസ് അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, കഴിഞ്ഞ ആഴ്ച നല്ലൊരു ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കത്തിന് വേണ്ടി ജസ്റ്റ് ബാത്റൂമിൽ ട്രിമ്മറായിട്ടൊന്ന് പോയതാണ്. എൻ്റെ താടി നന്നായിട്ട് വളർന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞ് ഇപ്പം ഞാൻ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ട്രിമ്മർ മേടിച്ചിട്ട് ഇപ്പം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഷേപ്പൊക്കെ ചെയ്ത് തരാം, സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മേടിച്ചിട്ട് പുള്ളിക്കാരി നല്ല ഷേപ്പ് ചെയ്യൽ. പെട്ടെന്ന് ഞാൻ വേദനിച്ചിട്ട് ഒന്ന് കണ്ണാടി നോക്കുമ്പോൾ ഈ സൈഡിലെ വലിയൊരു പീസ് താടി കാണുന്നില്ല. പിന്നെ എനിക്ക് ഫുള്ള് ട്രിം ചെയ്ത് കളയേണ്ട അവസ്ഥ വന്നു. അല്ലാണ്ട് അപ്പൊ ഒരാൾ പറയാം ഞാൻ കൺമഷീൻ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു തരാന്ന്. പിന്നെ ഇത്രയും വലിയൊരു പീസ് അങ്ങ് പോയി. ഇത് മറ്റേ ഏതൊരു സിനിമയില് പറക്കും തളികയിലെന്ന് തോന്നുന്നു, ഏതൊരു സിനിമയില് ജസ്റ്റ് ഇങ്ങനെ പോയി നോക്കുമ്പോ ഒരു പീസ് കാണാത്ത അവസ്ഥ തന്നെ ആയിരുന്നു എന്റെ. എന്നിട്ട് എനിക്ക് കംപ്ലീറ്റ് ട്രിം ചെയ്ത് കളയേണ്ട വന്നു. അങ്ങനെയാണ് ഈ കോലത്തിലായത്. തൊപ്പിയോടിരിക്കട്ടെ. പിന്നെ ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ഈ കടലും ബീച്ച് മാത്രമേ കാണാനുള്ളൂ. അതാണ് നിങ്ങൾ അധികം കാണിക്കാത്ത. ഇനിയിപ്പോ ഈ മേലിലെ കടലിലേക്ക് ഈ കടൽ പാലത്തിലേക്ക് കയറട്ടെ. എന്നിട്ട് സൺസെറ്റ് ഒക്കെ വന്നാല് അതിന് സണ്ണിനെ കാണുന്നില്ലല്ലോ. സൺസെറ്റ് കാണാൻ ശരിയാണല്ലോ, സണ്ണില്ലല്ലോ, അതവിടെ പോയി. ആ സണ്ണ് വന്നാ സൺസെറ്റ് കാണിച്ചു തരാം. അത് വേറെ ഏതൊരു മീനാട്ടോ. ഇത് ഏതൊരു വല്ലാത്ത മീനാണ്. ന്യൂസിലാൻഡിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം മീനാന്ന് തോന്നുന്നു. ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ്. മേളിൽ നിന്നാണ് ആൾക്കാർ ചൂണ്ടയിട്ടിട്ട് കാട്ടുന്ന മീനെ പിടിച്ചത്. അങ്ങനെ അങ്ങേരെ ആ മീനെ പിടിച്ചോണ്ട് അവിടെ ഇപ്പുണ്ട്. ഞാനീ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിഞ്ഞൂടെ. ബീച്ചിന്റെ ഭയങ്കര ഈ കടൽ വരുന്നതിന്റെ ഭയങ്കര സൗണ്ട് ഉണ്ട്, പിന്നെ അത്യാവശ്യം കാറ്റുണ്ട്. അപ്പോൾ ഞാനീ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ കടൽ പാലത്തിൽ കയറിയിട്ട് കാണാം. അധികം എടുക്കാത്ത വേറെ റീസണും മൊബൈൽ ഇപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ആവും. അൽഫിയുടെ ഓൾറെഡി സ്വിച്ച് ഓഫ് ആയി. ഇനിയിപ്പോൾ എൻ്റെ ഈ സമയത്ത് തന്നെ സ്വിച്ച് ഓഫ് ആകാനൊക്കെ ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനുള്ള വഴി രണ്ടുപേർക്കും അറിഞ്ഞൂടാ. അപ്പോൾ മാപ്പൊക്കെ ഇട്ടിട്ട് പോകണം. അപ്പോൾ മൊബൈൽ എന്തായാലും ആവശ്യമുണ്ട്. അതാണ് ഞാൻ അധികം വീഡിയോ എടുക്കാത്തത്. ഇസു ആ മീനിനെ കണ്ടോണ്ടിരിക്കുക. അതിന്റെ പേര് കിട്ടിയിട്ട് അത് ഷാർക്ക് തന്നെയാണ്. ഷാർക്കിന്റെ മണ്ണൊക്കെ ചെളിയൊക്കെ ആ മീനിൽ പെട്ടിട്ട് മനസ്സിലാവണല്ലായിരുന്നു. ഞാൻ ചോദിച്ചു, ഷാർക്ക് തന്നെയായിരുന്നു. ഇസു ബേബി ഷാർക്കിനെ കണ്ട് സന്തോഷിച്ചിരിക്കണായിരുന്നു. ഈ ബീച്ചിൽ പിന്നെ ഇങ്ങനത്തെ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ ഇവിടെ. ഇത് ഓടി വന്നേ, പാർക്ക്. ഇസുവിന് കളിക്കാൻ പാർക്ക് കിട്ടി. ഇസു ദേ ബേർഡ്സ് കുളിക്കുന്ന. ഇസു ആ ദേ വെള്ളത്തിൽ ഷാർക്കല്ലേ ഇസു. ഇവിടെ ഈ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ബീച്ച് ബോറടിച്ചാൽ ഇവിടെ വന്ന് കളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം. അൽഫി ഇറങ്ങിക്കോ. ഇസു ചെരുപ്പിട്ടോണ്ട് ഇറങ്ങല്ലേ ഇസു. പുള്ളിക്കാരൻ റെഡിയാണ് എപ്പോ വേണേലും വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിട്ട്. ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് വെച്ചാ ഈ കാറ്റടിക്കുമ്പോൾ ഉള്ള ഒരു തണുപ്പുണ്ടല്ലോ, അത് നന്നായിട്ടുണ്ട്. അങ്ങനെ അതെ ബ്രിഡ്ജിലേക്ക് എത്തി.
ഇവിടെ നിന്ന് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ബീച്ചിലൂടെ ഒരു കണ്ടെയ്നർ ഷിപ്പ് വെക്കും. ഇത് എത്ര ക്ലിയർ ആവുമെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഇവിടെ നിന്ന് അത്യാവശ്യം ക്ലിയർ ആണ്. അങ്ങറ്റത്ത് കുറേ പേര് ഇന്ന് ഫിഷൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് നേരത്തെ താഴത്തെ ഒരു ഷാർക്കിനെയൊക്കെ അവർക്ക് കിട്ടിയത്. വേറെ ആൾക്കാരൊന്ന് ഫിഷിങ് ചെയ്യുന്നുണ്ട്. അവിടെ പോവാ, ഷാർക്കിന്റെ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണോ? ഓക്കെ, അതെ, അവിടെ കൂടെ നോക്കുമ്പോൾ ഷാർക്ക് ഉണ്ടോ നോക്കാം കേട്ടോ. നേരത്തെ ഒരു കുഞ്ഞു ഷാർക്കിനെ കണ്ടില്ലേ? ആ ചേട്ടൻ പിടിച്ച ഷാർക്ക്. നമ്മള് ഷാർക്കിന്റെ മുകളിൽ കൂടെ നടക്കണേ, ഇത് കണ്ടോ? വാ, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഞങ്ങൾ പോയ ന്യൂ ബ്രൈറ്റൻ ബീച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല, വലിയ ട്രാവൽ വ്ലോഗേഴ്സൊന്നും അല്ലല്ലോ, കൂടുതലൊന്നും പറയാനുമില്ല. ഈ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാനും വിചാരിച്ചു. പിന്നെ അവിടെ അധികമൊന്നുമില്ല, ഈ കടലും പിന്നെ ഈ പാലം മാത്രമേ ഉള്ളൂ, പിന്നെ ആ ചെറിയൊരു പാർക്കും അത്രേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ്, ഒരു വൈകിട്ടൊക്കെ ചുമ്മാ ഒന്ന് നടക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം. വേറെന്താ അൽഫി? അപ്പോൾ ഇനിയിപ്പോൾ ഇസു ഒരു ബൈ പറഞ്ഞേ. ഇസു എല്ലാവർക്കും ബൈ കൊടുത്തേ, ബൈ കൊടുത്തേ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.